അനുമോളും ആര്യനും അനീഷൊക്കെ ഒന്നിച്ചിരിക്കുകയാണ്. ഇവരെന്തും തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ പോകുന്ന ഒരു ലൈവാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അനുമോളും ആര്യനും തമ്മിലാണ് എനിക്ക് തോന്നുന്നു ആ ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അവർ തമ്മിലും ഒന്നും മനസ്സിലൊന്നും വെക്കാതെ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ലൈവിൽ ഇപ്പോൾ വീട്ടിലേക്കുള്ള റേഷൻ സാധനങ്ങളെല്ലാം ബിഗ് ബോസ് കൊടുത്ത് അയച്ചിട്ടുണ്ട്. അനുമോളും അക്ബറും ഒക്കെ ഉൾപ്പെടുന്ന ഒരു കിച്ചൺ ടീമാണ് ഇത്തവണത്തേത്. അപ്പോൾ ഒരു സൈഡിൽ ഇന്ന് ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഉണ്ടാക്കുകയാണ്. അക്ബറും അനുമോളുമാണ് ഇന്ന് ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആര്യൻ പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് കുറച്ച് ബീട്രൂട്ട് തരാമോ, എനിക്ക് ചുണ്ടിൽ തേക്കാനാന്ന് പറയുന്നു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ബീട്രൂട്ട് കറി എന്തോ ആണ് ഉണ്ടാക്കുന്നത്. ആ സമയത്ത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ആര്യൻ വന്ന് ചോദിക്കുന്നത്. അപ്പോൾ അനുമോൾ തന്നെ ബീട്രൂട്ട് എടുത്ത് ആര്യൻ്റെ ചുണ്ടിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. അനുമോളും ആര്യനും മാത്രമല്ല, ഇന്ന് രാവിലെ ആര്യൻ അനീഷിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് തൃശ്ശൂർ പൂരത്തിൻ്റെ ഇടയിലൂടെ നടക്കുമെന്ന് പറയുന്നു. അനീഷാണെങ്കിൽ ആര്യൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം, നീ ധൈര്യമായിട്ട് തൃശ്ശൂരിന് പോരെ, നമുക്ക് പൂരം കാണാം എന്നൊക്കെ പറഞ്ഞ് വീട്ടിലെ എല്ലാവരെയും ക്ഷണിക്കുന്നത് പോലെ തന്നെ ആര്യനെയും ക്ഷണിച്ചിട്ട് ആര്യനെ ഞാൻ ടേക്ക് കെയർ ചെയ്തോളാം എന്ന് അനീഷും പറയുന്നുണ്ട്. അപ്പോൾ ഇത്തവണത്തെ മത്സരാർത്ഥികൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അവരതൊന്നും വ്യക്തിവിരോധമായിട്ട് മനസ്സിൽ സൂക്ഷിക്കാറില്ല. പേഴ്സണൽ ഗ്രഡ്ജ് വെക്കാതെ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഗെയിമിൻ്റെ ഭാഗമായി എടുത്ത് അതങ്ങ് ഡ്രോപ്പ് ചെയ്ത് കളയുന്ന ഒരു പെരുമാറ്റ രീതിയാണ് ഇപ്പോൾ നമുക്ക് ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ കാണാൻ കഴിയുന്നത്. എന്തായാലും അത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. എന്തായാലും ലൈവിൽ അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും ഫാമിലി ഉടൻ തന്നെ കയറുന്നതായിരിക്കും. അത് അവർ കയറുമ്പോൾ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. അതൊക്കെ കാണുന്നതിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.